ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ പഫ്സിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ഞാനിവിടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ. സവാള നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളി മതി. വലിയ തക്കാളി ആണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. ഇനി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കൻ, ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനാണ്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി പഫ് പേസ്ട്രി ഷീറ്റ് എടുക്കുക. ഈ ഷീറ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതായിരിക്കണം. ഇനി അതിലേക്ക് 1-2 ടീസ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഏത് ഷേപ്പാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണ്ട വെച്ചാൽ ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ്, ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കിയിട്ടുള്ളത്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ വരുത്താം വേണമെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഈ പഫ്സിനെ ചെയ്തെടുക്കുന്നത്. ഒരു ലൈനർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പഫ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു എഗ് വാഷ് കൊടുക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും 200 ഡിഗ്രിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്തിട്ട് എടുത്താൽ നമ്മുടെ പഫ്സ് കറക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.